എസ്എഫ്ഐയുടെ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നുണ്ടെങ്കിൽ സത്യം പുറത്തുവരുന്നതാണ്. ഞാൻ പറയുന്നത് ഒരു ആരോപണമാണ് അല്ലേ. ആ ആരോപണത്തിൽ ഇതിനകത്ത് കഴമ്പുണ്ടോയെന്ന് എനിക്ക് തോന്നുന്ന രേഖകളും ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്റ്റൻറ്റ് എവിടെ വരെയാണ്, അത് ഒരു അഭിഭാഷകൻ എന്ന നിലയിലും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഡോക്യുമെൻസിനല്ല, എനിക്ക് പ്രാപ്യമായ രേഖകൾക്കൊക്കെ പരിമിതിയുണ്ട്. പക്ഷേ എസ് എഫ് ഐക്ക് ഒരു പരിമിതിയില്ല. എസ് എഫ് ഐക്ക് ഈ ഇന്ത്യ രാജ്യത്തെ ഏത് ഡോക്യുമെൻസും അവർക്ക് എവിടെയും കയറി എടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ അന്വേഷണത്തിലൂടെ കൂടുതൽ എനിക്ക് എൻ്റെ മനസ്സിലാക്കുന്നതനുസരിച്ച്, ഞാനത് അങ്ങനെ പറയുന്നത് ശരിയല്ല, ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വരും. കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതിയാണ് എസ് എഫ് ഐ അന്വേഷണത്തോടെ പുറത്തു വരാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ മുഖ്യമന്ത്രിക്ക് അഭിമാനിക്കാം, കേരളത്തിലെ ആദ്യത്തെ എസ് എഫ് ഐ അന്വേഷണമാണ്. കേരളത്തിലെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ എസ് എഫ് ഐ അന്വേഷണം 2013 രൂപീകൃതമായ ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ എസ് എഫ് ഐ അന്വേഷണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരാണ് തന്നെ എതിരായി തന്നെ വന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അഭിമാനിക്കാം. പലപ്പോഴും ഇത്രയും വലിയൊരു ക്രമക്കേട് നടന്നുകൊണ്ടാണ് തെളിവുകൾ സഹിതം പുറത്തു. സാധാരണ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്, സമരം ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയും കൃത്യമായ തെളിവുകളടക്കം പുറത്തു വന്നിട്ട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ കാര്യമായിരിക്കുന്നത്, സമരങ്ങളിലേക്ക് പോകുന്നത്? നിയമസഭയിൽ ചില ആരോപണങ്ങളിലേക്ക് നോക്കിച്ചാൽ കാര്യമായിട്ട് എടുക്കുന്നത് ഈ ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് CMR. ഈ വാള് എവിടെ പിടിച്ചാലും കുറച്ച് കൈമുറിയും. അപ്പം അതുകൊണ്ട് തന്നെ ഈ കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ നിന്ന് കാശ് മേടിക്കാത്ത രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കാം. ഞാൻ പറയുന്നു, PC ജോർജിൻ്റെയും PT തോമസിൻ്റെയും അഭാവം സഭയിൽ ജനം അറിയുന്നപ്പോഴാണ്. കാരണം ആരും വഴങ്ങിക്കൊടുക്കാത്ത കുറച്ച് നേതാക്കളെ കേരള സംസ്ഥാനത്തുണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരാളില്ല, ഇന്നില്ല, ഒരാൾ നിയമസഭയിലും ഇല്ല. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നതിൽ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവർക്കും ചില ബന്ധങ്ങളും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ട്, എല്ലാവർക്കും ചില പരിമിതികളും ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ കേസ് ഇതിനൊക്കെ മുമ്പേ, ഞാൻ കേസ് കൊടുക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ഇതിനേക്കാൾ എനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് കിട്ടിയ നേതാക്കൾ ഇവിടെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയതിനേക്കാൾ ഞാനൊരു 3 മാസം, കാരണം എനിക്കറിയാം, ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്രമാണ്, ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മാത്രമാണ്. ഞാൻ പോരാടാൻ ഇറങ്ങുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്, പിന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള വലിയ സാമ്പത്തിക ശക്തികൾക്കെതിരെയാണ്. ഒരു ആരോപണവുമായി മാത്രം രംഗത്ത് വന്നാൽ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അംഗീകരിക്കൂ? ഇല്ല. ഞാൻ അതുകൊണ്ട് തന്നെ നല്ല ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് കൃത്യമായി കോടതിയെ സമീപിച്ചത്. ഈ നിമിഷം വരെയും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ സ്റ്റൈലിലുള്ളൊരു റിട്ടാണ് എൻ്റെ. ഞാൻ ശരിക്കും അങ്ങനെ അല്ലെങ്കിൽ പോലും, എന്നിട്ട് പോലും കോടതി ഈ നിമിഷം വരെയും ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം എനിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ പെറ്റീഷനിൽ തന്നെ ഗുരുതരമായൊരു തെറ്റ്, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചു. നമുക്ക് കോടതി അതിൻ്റെ IA തിരുത്താനുള്ള സാഹചര്യം വരെ തന്നു. ഞാൻ പറഞ്ഞത്, അപ്പോൾ അത്രമാത്രം കോടതിയെ സംബന്ധിച്ച് നേരെ പോകുന്ന ഒരു കോടതിയാണ്. പ്രത്യേകിച്ച് മാത്രമല്ല, എല്ലാ കാര്യത്തിലും കൃത്യമായി നിയമം നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുള്ള കോടതിയാണ്. അവിടെ എൻ്റെ ഭാഗത്ത് പിഴവുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നോടും അതേ നിലപാട് സ്വീകരിക്കുന്ന കോടതിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു, ഇത് എത്തിക്കേണ്ടിടത്ത് എത്താൻ കഴിയും എന്ന് വിശ്വാസമുണ്ട്. അതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മാത്രമല്ല, ഇപ്പം ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് ദുഃഖമുണ്ട്, എനിക്കതേ പറയാനുള്ളൂ. ഇവിടെ മൊത്തത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു, അതൊരു വലിയ ദുഃഖമാണ്.